രണ്ട് ചാനലുകൾ തമ്മിൽ അടിയായാൽ എങ്ങനെയിരിക്കും? ഏഷ്യാനെറ്റ് ഒരു പോസ്റ്റർ ഇറക്കി. ആ പോസ്റ്ററിൽ ഏഷ്യാനെറ്റ് ലോഗോ വെട്ടിമാറ്റി 24 ചാനൽ ഒരു ചേഞ്ച് നടത്തി. ചാനൽ യുദ്ധമുറിയിലെ പടലപ്പിണക്കങ്ങൾ ഒരു പോരായി പുറത്തേക്ക് വന്നാൽ എങ്ങനെയിരിക്കും? സംഭവം ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പും പ്രചാരണവും ഫലപ്രഖ്യാപനവുമെല്ലാം ചാനലുകൾക്ക് ഉത്സവകാലമാണ്. ഫലപ്രഖ്യാപനം ചാകരയുമാണ്. ഈ അവസരത്തിലാണ് ഏഷ്യാനെറ്റ് ഒരു പോസ്റ്റർ ഇറക്കുന്നത്. ഇവിടെ ഗിമ്മിക്കില്ല, വ്യക്തമായ വാർത്തകൾ മാത്രമെന്ന തരത്തിലായിരുന്നു ഏഷ്യാനെറ്റ് പോസ്റ്റർ ഉണ്ടായിരുന്നത്. കൂടെ 1-2 ട്രോൾ വാചകങ്ങളും അതിൽ ചേർത്തു. അതിൽ ഇങ്ങനെ പറയുന്നു: ചേട്ടാ, ലേശം കഥാപ്രസംഗം എടുക്കട്ടെ. രണ്ടാമത്തേതിൽ പറയുന്നു: അവതാരകരുടെ തമ്മിലടി ആയാലോ, അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി ആയാലോ എന്നുമൊക്കെ ഏഷ്യാനെറ്റ് മറ്റാരെയോ ഒക്കെ ട്രോളുന്ന പോലെ. ഇത് വ്യക്തമായിട്ട് ഫീൽ ചെയ്ത് കാണണം മറ്റ് ചാനലുകൾക്ക്, അഥവാ 24 തന്നെ ആയിരിക്കണം അത് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണല്ലോ അവർ മറുപടി പോസ്റ്റർ ഇറക്കുന്നത്. ഇത് മറ്റൊരു ചാനലിലുള്ള കുത്താണെന്ന് പച്ചവെള്ളം പോലെ ആർക്കും മനസ്സിലാകും. ഒന്നുകിൽ 24 അല്ലെങ്കിൽ റിപ്പോർട്ടർ. 24 ആണ് എലക്ഷൻ ഫല റിപ്പോർട്ടിങ്ങിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ലീഡ് ചെയ്യാറുള്ളത്. ഈ പറഞ്ഞതുപോലെ വെർച്വൽ റിയാലിറ്റിയും അല്പം ട്രോളും അവതാരകർ തമ്മിലുള്ള അടിപിടിയും കലവിലയും ഒക്കെ അവരിലാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. അവർ പരമ്പരാഗത കോട്ടും സൂട്ടും ഇട്ട് വാർത്ത പറയുന്നതിന് പകരം വിജയനും ദാസനും അടികൂടുന്ന പോലെ ശ്രീകണ്ഠൻ നായരും ഹാഷ്മിയും ഒക്കെ പരസ്പരം അടികൂടി പാര വെച്ച് തമാശ പറഞ്ഞ് പരസ്പരം ട്രോളി കാര്യങ്ങൾ അവതരിപ്പിക്കും. കേട്ടു നിൽക്കുന്ന പ്രേക്ഷകർക്കും അതൊക്കെയാണ് വേണ്ടത്. വാർത്തയെ എന്റർടൈൻമെന്റ് ആക്കി അവതരിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു. റിപ്പോർട്ടർ ചാനൽ കുറച്ചുകൂടി സീരിയസ് ചർച്ചയാണ് അതിലുണ്ടാവുക. അവർക്ക് വെർച്വൽ റിയാലിറ്റിയുടെ അകമ്പടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കുറെ ഗ്രാഫിക്സുകളുടെ അറഞ്ചം കളികളുണ്ടാകും. എന്നാൽ ഏഷ്യാനെറ്റ് പരമ്പരാഗത ശൈലിയിൽ നിന്നും പിന്നോട്ട് പോകാറില്ല. വാർത്തകളിൽ കൃത്യതയുണ്ടാകും, വ്യക്തതയുണ്ടാകും, അവതരണത്തിൽ മികച്ച് നിൽക്കുകയും ചെയ്യും. കാഴ്ചക്കാരെ ആകർഷിക്കാൻ ലീഡ് കൂട്ടുകയോ ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിക്കുകയോ ചിത്രീകരിക്കുകയോ ഒന്നും അവർ ചെയ്യാറില്ല. അവർ ഫലം വരുന്നതുവരെ കാത്തിരിക്കും. ഇക്കാര്യമൊക്കെയാണ് ഏഷ്യാനെറ്റ് പറയാൻ ആഗ്രഹിച്ചത്. എന്നാൽ പോസ്റ്റർ ഏഷ്യാനെറ്റിന് തന്നെ വിനയായി. കുറച്ചു കഥാപ്രസംഗം എടുക്കട്ടെ എന്ന ചോദ്യത്തിന് എടുത്തോളൂ എന്നാണ് 24 നൽകിയ ഉത്തരം. അവതാരകരുടെ തമ്മലടി ഉണ്ടല്ലോ എന്ന ചോദ്യത്തിന് അതും ഉണ്ടല്ലോ എന്നും, വെർച്വൽ റിയാലിറ്റി ആയാലോ എന്നതിന് അത് പിന്നെ പറയണോ എന്നുമൊക്കെയാണ് മറുപടി പോസ്റ്റർ 24 ഇറക്കുന്നത്. ഇതിലേറെ രസകരം, ഏഷ്യാനെറ്റിന്റെ പോസ്റ്റർ ഡിസൈൻ പോസ്റ്ററിൽ തന്നെ അവർ എഡിറ്റ് ചെയ്ത് വാക്കുകൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. കൂടെ തെരഞ്ഞെടുപ്പ് ഫലം 24-നൊപ്പം എന്ന ക്യാപ്ഷനും ചേർത്ത് അവരങ്ങ് അടിച്ചുവിട്ടു. ഏഷ്യാനെറ്റ് പോസ്റ്റർ ഏഷ്യാനെറ്റ് അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിച്ചപ്പോൾ 24 പോസ്റ്റർ അവതാരകൻ ഹാഷ്മി ഉൾപ്പെടെയുള്ളവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇതോടെ ചാനലുകൾ തമ്മിലുള്ള പോരും വലിയ ട്രോളുകൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഏതായിരുന്നാലും ആരുടെ കൂടിയായിരിക്കും കൂടുതൽ ആളുകൾ ഉണ്ടാവുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റർ കൂടി ഇറങ്ങാനുണ്ട്. ഇപ്പൊ എങ്ങനെ ഇറക്കുന്നു എടാ മോനെ എന്ന്. waytonikah.com, the exclusive Muslim matrimonial site.